നമസ്തേ, ഞാൻ ഡോക്ടർ ലിജോ ജോർജ്, കൺസൾട്ടൻറ്റ് ഇൻറ്റേർണൽ മെഡിസിൻ, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ, കറുകുറ്റി. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പോതൈറോയിഡിസത്തിനെ കുറിച്ചാണ്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുക എന്നതാണ്. നമ്മൾ അതിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളുപ്പിന് 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വേണം ആ ഗുളിക കഴിക്കാൻ. അല്ലെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം ആ ഗുളിക കഴിക്കാൻ. ആ ഗുളിക കഴിച്ച് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടെ വേണം ആ ഗുളിക അതിൽ കൂടുതൽ വെള്ളം കഴിക്കരുത്. അത് കഴിച്ച് 1-1.5 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഭക്ഷണം ഏതെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ 1-2 ദിവസം ഗുളിക കഴിക്കാൻ മറന്നുപോയാൽ അതിന് പകരമായി നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് പിന്നീടുള്ള 1-2 ദിവസം അതിൻ്റെ ഇരട്ടി ഗുളിക, ഡെയിലി ഓരോ ഗുളിക കഴിക്കുന്ന ആളാണെങ്കിൽ 2 ദിവസം ഗുളിക കഴിക്കാൻ മറന്നുപോയാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം 2 ഗുളിക വെച്ച് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മെയിനായി അയോഡൈസ്ഡ് ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അയോഡിൻ തൈറോയ്ഡ് ഹോർമോണിൻ്റെ വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണെങ്കിൽ കൂടിയും അത് ഒരുപാട് നമ്മൾ കഴിച്ചാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് അയോഡൈസ്ഡ് ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളും ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. മെയിനായി നമ്മൾ ഗുളിക കഴിക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഫ്രീ T3, ഫ്രീ T4, TSH എന്നിങ്ങനെ 3 ടെസ്റ്റുകളാണ് മെയിനായി നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് കറക്റ്റായി ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഡോക്ടറെ കണ്ട് ഗുളിക കറക്റ്റായി കഴിക്കേണ്ടതാണ്. TSHൻ്റെ ലെവൽ 2.5-ന് താഴെ നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതുകൊണ്ട് തന്നെ 2.5-ന് മീതെയുള്ള TSHൻ്റെ ലെവൽ വന്നാൽ നമുക്ക് ഗുളികയിൽ വേരിയേഷൻ വരുത്തേണ്ടി വരും. അപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കൂടുമ്പോൾ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് കറക്റ്റായി ഗുളികയുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. താങ്ക് യു.